ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വട്ടം അരിച്ച് മാറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 വട്ടം അരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. നമ്മളെടുക്കുന്ന ബൗളുകളിൽ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അതിനുശേഷം നമുക്ക് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരമായിട്ട് കറക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് വേണ്ടത്. അതും കൂടി ചേർത്ത് പിന്നെ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് മാംഗോൻ്റെ എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് നേരമായിട്ട് കുത്തിയിളക്കാനൊന്നും പാടില്ല. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ തടവിയിട്ട് നടുക്കിൽ മാത്രമായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ ഞാൻ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ തന്നെ 40 മിനിറ്റാണ് ടൈം വെച്ച് കൊടുക്കുന്നത്. 40 മിനിറ്റിൽ തന്നെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടും കേക്ക്. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 40 മിനിറ്റ് ടൈം തന്നെ മതി, കേക്ക് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തത്. അതുകൊണ്ട് 2 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ഒന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെയർ ചെയ്യുമ്പോൾ നോർമലായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ മതിയാവും. പക്ഷേ ഞാൻ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്ക് ചൂടാറിയതിന് ശേഷം 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്കിൻ്റെ ബേസ് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പിന്നെ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലും മേലെയൊക്കെ തന്നെ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിലും മേലെയൊക്കെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി. നമുക്കതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഫ്ലവർ വരച്ച് കൊടുക്കാവുന്നതാണ്, ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വയ്ക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ നേരം കൊണ്ട് ബാക്കി വന്നിട്ടുള്ള ക്രീമിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഞാൻ ഫ്ലവർ അല്ല വരച്ചു കൊടുക്കുന്നത്, കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരല്പം യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട്, നല്ല ചൂടല്ല, ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കിതിൻ്റെ മേലൊന്ന് ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോട് കൂടി ഒഴിച്ചാൽ മാത്രമാണ് നല്ല സെറ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കേക്കാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.